വാർത്തകളിലേക്ക് സ്വാഗതം. ആരായിരിക്കും കേരള മുഖ്യൻ? AICC നിരീക്ഷകർ ഉൾപ്പെടെ സംസ്ഥാനത്തെത്തി റിപ്പോർട്ടുമായി മടങ്ങുമ്പോൾ അന്തിമ തീരുമാനമറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് പട്ടികയിലുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ തകൃതിയായി തുടരുകയാണ്. MLA-മാരുടെ നിലപാടറിഞ്ഞ് AICC നിരീക്ഷകർ മടങ്ങിയതോടെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് തുടർ ചർച്ചകൾ നടക്കുന്നത്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കാൻ എന്നിവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കും. നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് ലഭിച്ചിരിക്കുന്നത്. 48 പേരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. 35 പേരുടെ പിന്തുണയുണ്ടെന്ന് VD സതീശൻ പക്ഷവും 25 പേരുടെ പിന്തുണയുണ്ടെന്ന് രമേശ് ചെന്നിത്തല വിഭാഗവും അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഞായറാഴ്ച ഉണ്ടായേക്കുമെന്നാണ് വിവരം. കാത്തിരുന്നു കാണാം ആരാണ് മുഖ്യമന്ത്രി പദത്തിലെത്തുക എന്നത്. UDF-ലെ മുഖ്യമന്ത്രി ചർച്ച. VD സതീശനും KC വേണുഗോപാലിനുമായി പരസ്യപ്പോരുമായി അണികൾ. തൃശൂരിലെ തെരുവിൽ പോസ്റ്റർ യുദ്ധം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിർണയം നീളുന്നതിനിടെ സാംസ്കാരിക നഗരിയിൽ ഫ്ലക്സി യുദ്ധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. തൃശൂരിൽ VD സതീശനും KC വേണുഗോപാലിനും വേണ്ടി നഗരമധ്യത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ പോര് നഗരവീഥികളിലേക്കും പടർന്നു. KC നയിക്കും എന്ന ഫ്ലക്സിന് തൊട്ടടുത്ത നെക്സ്റ്റ് CM VD സതീശൻ എന്ന ബോർഡും ഇടം പിടിച്ചു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി സതീശൻ പക്ഷം നഗരത്തിലെ തന്ത്രപ്രധാന ഇടങ്ങളിൽ ബോർഡുകൾ നിരത്തിക്കഴിഞ്ഞു. UDF-ന്റെ ഔദ്യോഗിക വിജയ ബോർഡുകൾക്ക് താഴെയാണ് അണികളുടെ ഈ പോസ്റ്റർ പോര. സമൂഹ മാധ്യമങ്ങളിലും പോര് മുറുകുകയാണ്. KC വേണുഗോപാലിനെ പിന്തുണച്ചുള്ള KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന് താഴെയും അനുകൂലിച്ചും പ്രതികൂലമായും അണികളുടെ കമന്റുകൾ ഉയരുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം വൈകുന്ന ഓരോ നിമിഷവും ജില്ലയിൽ ഗ്രൂപ്പുകൾ തമ്മിൽ വീറും വാശിയുമേറിയ പോരാട്ടവും തുടരുകയാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് വ്യാപക പ്രതിഷേധം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രസന്റേഷൻ സ്കൂളിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് വ്യാപക പ്രതിഷേധം. SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ആണ് കഴിഞ്ഞ മെയ് 1 മരണപ്പെട്ടത്. മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിനായി TC ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്കൂൾ അധികൃതരുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് വിദ്യാർത്ഥി മനംനൊന്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരങ്ങൾ. പ്രസന്റേഷൻ സ്കൂളിലേക്ക് SFI നടത്തിയ മാർച്ച് സ്കൂളിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിച്ചതോടെ മേഖലയിൽ സംഘർഷാവസ്ഥയും ഉടലെടുത്തു. റേഷൻ കടയിൽ നിന്ന് ലഭിച്ച അരി വേവിച്ചപ്പോൾ ലഭിച്ചത് നീല നിറത്തിലുള്ള ചോറ്. അമ്പരന്ന് നാട്ടുകാർ. ചാലക്കുടി മേലൂർ പാലപ്പിള്ളി ഭാഗത്താണ് സംഭവം. റേഷൻ അരി വേവിച്ചപ്പോൾ കിട്ടിയത് നീലച്ചോറ്. അമ്പരന്ന് നാട്ടുകാർ. അരി വേവിച്ചാൽ പൊതുവെ വെള്ള നിറത്തിലുള്ള ചോറാണല്ലോ ലഭിക്കേണ്ടത്. എന്നാൽ ചാലക്കുടിയിലെ ഒരു വീട്ടിൽ റേഷനരി വേവിച്ചപ്പോൾ വെള്ളച്ചോറിന് പകരം ലഭിച്ചത് നീല നിറത്തിലുള്ള ചോറാണ്. ചാലക്കുടി മേലൂർ പാലപ്പിള്ളി ഭാഗത്താണ് റേഷനരിയിൽ നിന്നും നീലച്ചോറ് ലഭിച്ചത്. നീല നിറത്തിലെ ചോറ് കണ്ടതിന്റെ അമ്പരപ്പിലാണ് പ്രദേശവാസികൾ മുഴുവൻ. അരിയിൽ എന്തെങ്കിലും രാസവസ്തുക്കൾ ഉൾപ്പെടെ കലർന്നിട്ടുണ്ടോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. വാലങ്ങാമുറിയിലുള്ള റേഷൻ കടയിൽ നിന്നും അരി വാങ്ങിയവർക്കാണ് നീല നിറത്തിലെ ചോറ് ലഭിച്ചത്. ഉച്ചയ്ക്ക് വച്ച ചോറ് വൈകുന്നേരമായപ്പോഴേക്കും നീല നിറമായി മാറി. വിവരമറിഞ്ഞ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി അരി പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. സംഭവത്തിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കനത്ത കാറ്റിനും മഴയ്ക്കുമുണ്ടായ ഇടിമിന്നലിൽ വീട് തകർന്നു. ആലപ്പുഴ പുറക്കാട് സ്വദേശി ശൈലജയുടെ വീടാണ് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ തകർന്നത്. ഇടിമിന്നലിൽ വീട് തകർന്നു. ആലപ്പുഴ പുറക്കാട് ശൈലജയുടെ വീടാണ് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ തകർന്നത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും തന്നെയില്ലാത്ത വീടിന്റെ മുൻവശത്തെ സൺഷെയ്ഡും അതിനോട് ചേർന്ന ഒരു ഭാഗവുമാണ് തകർന്ന് നിലം പതിച്ചത്. സംഭവ സമയം ശൈലജ, മരുമകൾ ആര്യ എന്നിവർ മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. കാറ്റും മഴയും ഉണ്ടായിരുന്ന സമയം വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയത്. അപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സൺഷെയ്ഡിന്റെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ തകർന്ന് താഴെ വീണ നിലയിലായിരുന്നു. വിവരമറിഞ്ഞ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏകദേശം 1 ലക്ഷം രൂപയിലധികം വരുന്ന നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിവരങ്ങൾ.
തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി മംഗലം സ്വദേശിനിയായ 45-കാരിയുടെ മൃതദേഹമാണ് റെയിൽ പാളത്തിനരികിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി മംഗലം സ്വദേശിനിയായ മടത്തിൽ വളപ്പിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 45 വയസ്സുള്ള ജയന്തിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി മുസ്ലിം പള്ളിക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.